പോലീസ് കൊണ്ടുവരുന്ന എല്ലാ പ്രതികൾക്കും ശിക്ഷ വാങ്ങി നൽകുന്നതല്ല ഒരു പ്രോസിക്യൂട്ടറുടെ ജോലി. ജാമ്യത്തിന് പ്രതിക്ക് അർഹതയുണ്ടെങ്കിൽ പ്രോസിക്യൂട്ടർ അത് അംഗീകരിക്കണം. ഒരു സമയത്ത് വളരെയധികം ചർച്ചകൾക്ക് വഴിവെച്ചൊരു പ്രസ്താവനയാണിത്. അത് പറഞ്ഞതാകട്ടെ നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസ് പരിഗണിക്കുന്ന ജഡ്ജിയാണ് എന്നതായിരുന്നു വിവാദത്തിനുള്ള കാരണവും. കോടതിയിൽ അവരുടെ പെരുമാറ്റവും എടുത്ത തീരുമാനങ്ങളുമെല്ലാം വിവാദമായി മാറി. ദിലീപിന് കിട്ടിയ VIP സഹായവുമായി ബന്ധപ്പെട്ടും ഉയർന്നു കേട്ടത് ഈ ജഡ്ജിയുടെ പേരായിരുന്നു. ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് അതിജീവിതയ്ക്ക് മേൽക്കോടതികൾ കയറി ഇറങ്ങേണ്ടി വന്നു. കേസിന്റെ പശ്ചാത്തലത്തിൽ ജഡ്ജിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വരെ എത്തി. ഡിസംബർ 8-ന് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആ ജഡ്ജി വിധി പറയുകയാണ്. അന്തിമവിധി വരാനിരിക്കെ അവർക്കെതിരെ ഉയർന്ന ചോദ്യമുനകളും അവർ ഉൾപ്പെട്ട വിവാദങ്ങളും ഒന്ന് പരിശോധിക്കാം. നിലവിൽ കേരള ജുഡീഷ്യറിയിലെ സീനിയർ ജഡ്ജി. ഇവരുടെ കരിയർ റെക്കോർഡ് പ്രധാനമായും CBI കേസുകളും ക്രിമിനൽ ട്രയലുകളും കൈകാര്യം ചെയ്തതാണ്. ഈ കരിയറിന്റെ ഗതി തന്നെ മാറ്റുന്നതായിരുന്നു 2017-ലെ നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസ്. മലയാളത്തിലെ പ്രശസ്തയായ നടിയെ തട്ടിക്കൊണ്ടുപോയി ഓടുന്ന കാറിൽ 2.5 മണിക്കൂർ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കി. ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി മെമ്മറി കാർഡ് റെക്കോർഡ് ചെയ്തു. നടൻ ദിലീപിന്റെ വ്യക്തിപരമായ വൈരാഗ്യമാണ് ഇതിന് പിന്നിലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കേസിൽ ദിലീപ് 8ാം പ്രതി. കേസിന്റെ വിചാരണ 2019 നവംബറിലാണ് ഈ ജഡ്ജിയുടെ കീഴിൽ ആരംഭിക്കുന്നത്. സ്ത്രീ ലൈംഗികാതിക്രമത്തിന് ഇരയായതുമായി ബന്ധപ്പെട്ട കേസായതിനാൽ വനിതാ ജഡ്ജിയെ വേണമെന്നായിരുന്നു അതിജീവിതയുടെ ആവശ്യം. എന്നാൽ വനിതാ ജഡ്ജിയെ ആവശ്യമില്ല എന്നും സമാനമായ പല കേസുകളിലും പുരുഷ ജഡ്ജിമാരാണ് വിചാരണ നടത്തുന്നതെന്നും ദിലീപിന്റെ അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ അതിജീവിതയുടെ അഭ്യർത്ഥന പരിഗണിച്ച ഹൈക്കോടതി ജസ്റ്റിസ് രാജ വിജയരാഘവൻ V അന്ന് എറണാകുളം ജില്ലയിലെ ഏക വനിതാ ജഡ്ജിയായിരുന്ന CBI കോടതിയിലെ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജിയെ ഇതിന് പ്രത്യേകമായി നിയോഗിച്ചു. എന്നാൽ നീതിയുക്തമായി വിധിക്കായി നിയോഗിച്ച ഈ വനിതാ ജഡ്ജിയുടെ തീരുമാനങ്ങളും വിചാരണയുടെ നടത്തിപ്പും വിമർശനങ്ങളിലേക്കും പിന്നീട് വിവാദങ്ങളിലേക്കും വഴിമാറുന്നതാണ് കാണുന്നത്. കോടതിയുടെ പെരുമാറ്റം പക്ഷപാതപരമാണെന്ന ആരോപണങ്ങളാണ് ആദ്യം ഉയർന്നത്. ജഡ്ജിയുടെ പെരുമാറ്റം ചൂണ്ടിക്കാട്ടി 2020 ഒക്ടോബർ 28-ന് അതിജീവിത ഹൈക്കോടതിയിൽ ഹർജി നൽകി. ദിലീപിന്റെ അഭിഭാഷകൻ അതിജീവിതയെയും സാക്ഷികളെയും ഹരാസ് ചെയ്യുമ്പോഴും ജഡ്ജി മൗനം പാലിക്കുന്നു. ക്രോസ് വിസ്താരത്തിനിടെ അതിജീവിത കോടതിയിൽ പൊട്ടിക്കരയുന്ന സാഹചര്യം ഉണ്ടായിട്ടും ജഡ്ജി ഇടപെട്ടില്ല എന്നുമായിരുന്നു ആരോപണം. ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ അനുവദിച്ചത് പക്ഷപാതപരമാണ്. ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയുമെന്ന് കരുതിയാണ് വനിതാ ജഡ്ജി ആവശ്യപ്പെട്ടത്. എന്നാൽ അങ്ങനെയല്ല അനുഭവം ഉണ്ടായതെന്നും അതിജീവിത തുറന്നു പറഞ്ഞു. ഹൈക്കോടതി ഹർജി പരിഗണിച്ചെങ്കിലും 2020 നവംബർ 20-ന് തള്ളി. ന്യായമായ വിചാരണ ലഭിക്കില്ല എന്ന അതിജീവിതയുടെ ആശങ്ക കൂടിയാണ് കോടതി തള്ളിക്കളഞ്ഞത്. ഇതിന് 3 ദിവസത്തിന് ശേഷം സർക്കാർ നിയോഗിച്ച സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ A സുരേശൻ രാജിവെച്ചു. ജഡ്ജിയുമായുള്ള തർക്കങ്ങൾ കാരണമായിരുന്നു ഈ രാജി. കേസിന്റെ വിചാരണ എറണാകുളം അഡീഷണൽ സ്പെഷ്യൽ സെഷൻസ് കോടതിയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് അതിജീവിതയ്ക്ക് പിന്നാലെ സർക്കാരും ഹൈക്കോടതിയിലെത്തി. രഹസ്യ വിചാരണയുടെ ലക്ഷ്യം ഉറപ്പാക്കാതെയാണ് നടിയുടെ തെളിവെടുപ്പ് നടന്നതെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. വിചാരണയിൽ അവിശ്വാസം പ്രകടിപ്പിച്ച് പ്രോസിക്യൂഷനും സമാനമായ ആവശ്യം ഉന്നയിക്കുന്നത് ഗൗരവത്തിലെടുക്കണമെന്ന് അതിജീവിതയുടെ അഭിഭാഷകനും വാദിച്ചു. നീതിയുക്തമായ വിചാരണ സാധ്യമാകാത്ത സാഹചര്യമുണ്ടെന്ന് സീനിയർ ഗവൺമെന്റ് പ്ലീഡർ സുമൻ ചക്രവർത്തിയും ചൂണ്ടിക്കാട്ടിയിരുന്നു. കോടതി മാറ്റം അനുവദിച്ചില്ല എങ്കിൽ പ്രോസിക്യൂഷന് കേസ് തുടരാനാവാത്ത സാഹചര്യമുണ്ടാവും. 11 ദിവസമാണ് നടിയുടെ ക്രോസ് വിസ്താരം നടന്നത്. ഇത് പലപ്പോഴും രാത്രി 7 മണിവരെയൊക്കെ നീണ്ടിരുന്നു. രഹസ്യ വിചാരണയ്ക്ക് നിരക്കാത്ത രീതിയിൽ അതിജീവിതയെ വിസ്തരിക്കുന്ന സമയത്ത് പ്രതിഭാഗത്തെ അടക്കം 20ഓളം അഭിഭാഷകരാണ് വിചാരണ കോടതിയിൽ ഉണ്ടായിരുന്നത്. കോടതി ഇത് തടഞ്ഞില്ല. കുറ്റപത്രം ഭേദഗതി ചെയ്യാനുള്ള അപേക്ഷ ഉൾപ്പെടെ പരിഗണിച്ചില്ലെന്നും സീനിയർ ഗവൺമെന്റ് പ്ലീഡർ ചൂണ്ടിക്കാട്ടിയിരുന്നു. വിചാരണ ഇല്ലാതിരുന്ന ദിവസം പ്രോസിക്യൂഷന് നോട്ടീസ് പോലും നൽകാതെ ഫോറൻസിക് പരിശോധനാ ഫലത്തിന്റെ പകർപ്പ് പ്രതിഭാഗത്തിന് കൈമാറിയതും ഹൈക്കോടതി അറിയിച്ചിരുന്നു. ക്രോസ് വിസ്താരം പൂർത്തിയായ നിലയ്ക്ക് അതിജീവിതയുടെ വിചാരണ പൂർത്തിയാക്കാൻ ഇനി വനിതാ ജഡ്ജി വേണമെന്നില്ലെന്നും വിചാരണ മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്നും ഹർജികളിൽ ആവശ്യപ്പെട്ടിരുന്നു. മാന്യമല്ലാത്ത ചോദ്യങ്ങൾ അതിജീവിതയ്ക്ക് നേരിടേണ്ടി വന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കോടതി നടപടികളുടെ പൂർണ്ണ വിവരം സർക്കാർ മുദ്രവെച്ച കവറിൽ കൈമാറുകയും ചെയ്തു. എന്നാൽ ഈ ആവശ്യങ്ങൾ തള്ളി ഹൈക്കോടതി ഉത്തരവിറക്കുകയായിരുന്നു. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ പ്രോസിക്യൂട്ടറെ സുരേശൻ രാജിവെച്ചത് വലിയ ചർച്ചയായിരുന്നു. ജഡ്ജിയുടെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്ത് നിരവധി വിമർശനങ്ങളും അന്ന് ഉയർന്നു. തുടർന്ന് ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും 2020 ഡിസംബർ 15-ന് സുപ്രീം കോടതിയും ഹർജി തള്ളി. S സുരേഷിന്റെ രാജിക്ക് ശേഷം സർക്കാർ നിയോഗിച്ച 2ാമത്തെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ VN അനിൽകുമാറും രാജിക്കത്ത് സമർപ്പിച്ചതോടെ കേസിന്റെ ഭാവി തന്നെ ചോദ്യചിഹ്നത്തിലായി. പ്രതിയായ ദിലീപിനെതിരെ കൂടുതൽ തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിൽ വീണ്ടും അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ അഡീഷണൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു.
ഇതിനിടെ വാദത്തിനിടെ ജഡ്ജിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും VN അനിൽകുമാർ കോടതിയിൽ നിന്ന് ഇറങ്ങി പോവുകയുമായിരുന്നു. ഇതിന് പിന്നാലെ 2021 ഡിസംബറിലാണ് അനിൽകുമാറും രാജിവെച്ചൊഴിഞ്ഞത്. ജഡ്ജിയുടെ മനോഭാവം അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും അതിനാലാണ് കേസ് ഉപേക്ഷിക്കുന്നതെന്നും രാജിവെച്ച 2 പ്രോസിക്യൂട്ടർമാരും സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നു. ഇതിനിടെയാണ് ദിലീപിന്റെ മുൻ സുഹൃത്തും സംവിധായകനുമായ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ കേസിന്റെ വിചാരണയിൽ വഴിത്തിരിവാകുന്നത്. 2022 ഫെബ്രുവരിയിൽ പുതിയ തെളിവുകളുമായി രംഗത്തെത്തിയ ബാലചന്ദ്രകുമാർ ചില ഓഡിയോ ക്ലിപ്പുകളും പുറത്തുവിട്ടിരുന്നു. ദിലീപിന്റെ ആലുവയിലെ വീട്ടിൽ സന്ദർശനം നടത്തിയപ്പോൾ ഫോണിൽ നടിയുടെ ആക്രമണ വീഡിയോ ദിലീപ് കാണുന്നത് നേരിട്ട് കണ്ടു എന്നായിരുന്നു പ്രധാന ആരോപണം. ആക്രമണ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കേസിലെ പ്രധാന തെളിവാണ്. കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ ഇത് ഒരു തവണ അനധികൃതമായി തുറന്ന് പരിശോധിച്ചതായി ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നതും ആരോപണങ്ങൾ ആളിക്കത്തിച്ചു. 2022 മെയ്യിൽ അന്വേഷണ ഓഫീസർ കാർഡിന്റെ ആക്സസ് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും വിശദാംശങ്ങൾ വെളിപ്പെടുത്താതെ ജഡ്ജി ഹർജി തള്ളിക്കളഞ്ഞതും സംശയങ്ങൾക്ക് ഇടയാക്കി. തുടർന്ന് അതിജീവിത വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. മെമ്മറി കാർഡിന്റെ ഫോറൻസിക് റിപ്പോർട്ട് ജഡ്ജി പുറത്തുവിട്ടില്ലെന്നും രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെന്നും കോടതി അറിയിച്ചു. ജഡ്ജി പ്രത്യേക അജണ്ടയോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും അതിജീവിത കോടതിയെ അറിയിച്ചിരുന്നു. 2022 തിരുവനന്തപുരം ഫോറൻസിക് സയൻസ് ലാബിൽ അന്വേഷണം നടത്തിയപ്പോൾ ജഡ്ജി മെമ്മറി കാർഡിന്റെ ഫോറൻസിക് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നതായി കണ്ടെത്തിയിരുന്നു. കാർഡ് ഒരു തവണ നിയമവിരുദ്ധമായി ആക്സസ് ചെയ്യപ്പെട്ടിരുന്നു എന്ന് റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഈ റിപ്പോർട്ട് ജഡ്ജിയുടെ കയ്യിൽ 2 വർഷമായി ഉണ്ടായിരുന്നെങ്കിലും അത് കോടതിയിൽ സമർപ്പിക്കാതിരുന്നത് വിവാദമായി. ജഡ്ജിയുടെ ഭർത്താവും ദിലീപും തമ്മിൽ ബന്ധമുണ്ടെന്ന് അതിജീവിതയുടെ അഭിഭാഷകൻ ഉന്നയിച്ചെങ്കിലും ഹൈക്കോടതി ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ഈ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറിയതായാണ് റിപ്പോർട്ടുകൾ. 2022 സെപ്റ്റംബർ 22-ന് ഹൈക്കോടതി ഈ ഹർജിയും തള്ളി. ബാലചന്ദ്രകുമാർ പുറത്തുവിട്ട ദിലീപിന്റെ അഭിഭാഷകനുമായുള്ള ഓഡിയോ ക്ലിപ്പ് തെളിവല്ല എന്നും വിചാരണ ജഡ്ജിയുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധമുള്ളതല്ല എന്നും കോടതി പറഞ്ഞു. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലോടെ വിചാരണ നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. രണ്ടാമത്തെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന VN അനിൽകുമാർ 2021 ഡിസംബറിൽ രാജിവെച്ചതിനു ശേഷം കേസിൽ SPP ഉണ്ടായിരുന്നില്ല. തുടർന്ന് മുതിർന്ന അഭിഭാഷകൻ V അജകുമാറിനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി സർക്കാർ നിയമിച്ചു. അതിജീവിതയുടെ പ്രത്യേക ആവശ്യപ്രകാരമായിരുന്നു ഈ നടപടി. 2022 മെയ് 13-ന് ദിലീപിന്റെ ജാമ്യം റദ്ദാക്കൽ ഹർജി പരിഗണിക്കവേ തന്റെ കുടുംബത്തെ അനാവശ്യമായി വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നുവെന്ന് ജഡ്ജി തുറന്ന കോടതിയിൽ പറഞ്ഞിരുന്നു. പിതാവിനെയും ഭർത്താവിനെയും വരെ വിവാദങ്ങളിൽപ്പെടുത്തി. ഇനി 12 വയസ്സുള്ള മകൾ മാത്രമാണ് ബാക്കിയെന്നായിരുന്നു ജഡ്ജിയുടെ വാക്കുകൾ. CPMന്റെ പ്രമുഖ നേതാവും മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന MM വർഗീസിന്റെ മകളാണ് ഈ ജഡ്ജി. ഈ രാഷ്ട്രീയ പശ്ചാത്തലവും ആരോപണങ്ങളോടൊപ്പം ഉയർന്നു വന്നിരുന്നു. ജഡ്ജിയെ സംശയിക്കുന്നില്ല, പക്ഷേ കോടതി ജീവനക്കാർക്ക് പുറത്ത് സ്വാധീനമുണ്ടോ എന്ന് പരിശോധിക്കണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രതികരണം. വിചാരണ നീണ്ടുപോകാൻ ശ്രമങ്ങൾ നടക്കുന്നുവെന്ന ആരോപണങ്ങൾ വരുന്നതും ഇതിന് പിന്നാലെയാണ്. 2022 ഓഗസ്റ്റ് 5-ന് ജഡ്ജിയെ മാറ്റണമെന്ന ആവശ്യവുമായി വീണ്ടും അതിജീവിത ഹൈക്കോടതിയിലേക്ക്. കേസിലെ നിർണായക തെളിവായ കോടതിയുടെ കസ്റ്റഡിയിലുള്ള മെമ്മറി കാർഡ് 2021 ജൂലൈ 19-ന് ആരോ തുറന്നെന്ന ഫോറൻസിക് പരിശോധനാ ഫലവും അതിജീവിത കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ദൃശ്യങ്ങൾ പുറത്തുപോയിരിക്കാൻ സാധ്യതയുണ്ട്. ഏത് നിമിഷവും അത് പുറത്തു വരുമെന്ന ഭീതിയിലാണ് ജീവിക്കുന്നത്. ഇക്കാര്യങ്ങൾ വനിതാ ജഡ്ജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും പ്രതികളെ പിടികൂടാൻ നടപടി എടുത്തില്ല എന്ന് അതിജീവിത കോടതിയിൽ വ്യക്തമാക്കി. 2021-ലെ സുപ്രീം കോടതിയുടെ ലൈംഗികാതിക്രമ കേസ് മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. മെമ്മറി കാർഡ് 3 പേർ പരിശോധിച്ചിരുന്നതായി എൻക്വയറി റിപ്പോർട്ടിലും വ്യക്തമാക്കിയിട്ടുണ്ട്. അന്നത്തെ അങ്കമാലി മജിസ്ട്രേറ്റ് ജില്ലാ ജഡ്ജിയുടെ PA മഹേഷ്, വിചാരണ കോടതി ശിരസ്തദാർ താജുദ്ദീൻ എന്നിവരായിരുന്നു അത്. ഈ സമയത്ത് വിചാരണ ജഡ്ജിക്ക് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയായി സ്ഥാനക്കയറ്റം ലഭിച്ചു. തുടർന്ന് ഹൈക്കോടതിയുടെ പ്രത്യേക ഉത്തരവ് പുറത്തിറക്കി നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസും അതേ കോടതിയിലേക്ക് മാറ്റി. കേസ് സെഷൻസ് കോടതിയിലേക്ക് മാറ്റരുതെന്ന് ആവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതി രജിസ്ട്രാർക്ക് കത്ത് നൽകിയിരുന്നെങ്കിലും ഈ അപേക്ഷ നിരസിച്ചായിരുന്നു ഹൈക്കോടതിയുടെ നടപടി. നിലവിലെ വിചാരണയിലൂടെ നീതി ലഭിക്കുമെന്ന് കരുതുന്നില്ല. ഈ ജഡ്ജിയുടെ കീഴിലുള്ള വിചാരണയിൽ തൃപ്തി അല്ലെന്നുമായിരുന്നു അതിജീവിത അപ്പോഴും പറഞ്ഞിരുന്നത്. 2022 സെപ്റ്റംബർ 22-ന് ജസ്റ്റിസ് സിയാദ് റഹ്മാൻ AA നടിയുടെ പെറ്റീഷൻ പൂർണ്ണമായി നിഷേധിച്ചു. പഴയ ജഡ്ജി തന്നെ തുടരുമെന്നും ഉത്തരവിറക്കി. വൈകാതെ വിചാരണ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ആവശ്യമാണെന്ന് ജഡ്ജി സുപ്രീം കോടതി അറിയിച്ചു. കോടതി ഇത് അംഗീകരിക്കുകയും ചെയ്തു. തുടർച്ചയായി സാക്ഷികൾ കൂറുമാറിയിട്ടും വിചാരണ കോടതി ഇടപെടാതിരുന്നത് വീണ്ടും വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. 2023 നവംബർ 6-ന് ജഡ്ജിക്കെതിരായ ആരോപണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകില്ല എന്ന് അതിജീവിത ഹൈക്കോടതി അറിയിച്ചു. 2025 നവംബർ 25-ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിചാരണ പൂർത്തിയാക്കി. 8.5 വർഷമാണ് കേസ് നീണ്ടത്. അന്തിമവാദം 27 തവണ മാറ്റിവെക്കേണ്ടി വന്നു. ഡിസംബർ 8-ന് വിധി വരും. വിചാരണ കേട്ട എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി തന്നെയാണ് വിധി പറയുന്നത്.
ഈ കേസിൽ മാത്രമല്ല, നടനും MLA-യുമായ M. മുകേഷിനെതിരായ ലൈംഗികാതിക്രമ കേസിലും ഇതേ ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നേരത്തെ പരാതി എത്തിയിരുന്നു. ജഡ്ജിയുടെ CPM ബന്ധം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാവ് അനിൽ അക്കരെയായിരുന്നു പരാതി നൽകിയത്. 2022 കിഴക്കമ്പലം 2020 പ്രവർത്തകനായ ദീപു വധക്കേസിലെ വിചാരണയിലും ജഡ്ജിക്കെതിരെ പരാതികൾ ഉയർന്നിരുന്നു. നീതി ലഭിക്കില്ല എന്നായിരുന്നു ഈ കേസുകളിലെല്ലാം പരാതിക്കാരുടെ ഭാഗം. ഇങ്ങനെ വിവാദങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ജഡ്ജി 8.5 വർഷം നീണ്ട ഏറെ പ്രമാദമായി ഈ കേസിൽ പറയുന്ന വിധി എന്തായിരിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വിധി എന്തു തന്നെ ആയാലും ഈ ജഡ്ജിയുടെ പേരും ഈ കേസിനൊപ്പം എക്കാലവും ചരിത്രത്തിലുണ്ടാകും.